എല്ലാ മാന്യപ്രേക്ഷകർക്കും മലയാളം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഓണക്കൂർ രത്നാകരൻ ചേട്ടൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നിവിടെ സംപ്രേക്ഷണം ചെയ്യുന്നത്. നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തിയ ചോദ്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ വരും എപ്പിസോഡുകളിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി തരുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വരും എപ്പിസോഡുകളിൽ അദ്ദേഹം അതിന് മറുപടി നൽകുന്നതായിരിക്കും. മലയാളം വ്ളോഗ്സിൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് വൻ വിജയമാക്കി തന്ന നിങ്ങൾ ഓരോരുത്തരോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടണും അമർത്തുക. ഓണക്കൂർ രത്നാകരൻ ചേട്ടൻ്റെ ജീവിത വിശേഷങ്ങൾ രണ്ടാം ഭാഗം. പിന്നെ ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ എത്ര ആനകളെ ശരിക്കും നോക്കിയിട്ടുണ്ട്? അങ്ങനെ ഒരു എണ്ണമൊക്കെ നോക്കിയതൊരു 4-5 ആന നോക്കിയിട്ടുണ്ട്. ഞാൻ ചെന്നേടത്ത് നിന്ന് ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 34 ചെല്ലിനടുത്ത് എന്നെ വിട്ടാലേ അടുത്ത് കയറാൻ വരാൻ പറ്റൂ. നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ അവർക്ക് നമ്മളെ ആവശ്യമാണ്. ഇവിടെ ഇപ്പോൾ തൊട്ടടുത്തൊരാന ഉണ്ടാകുന്നത് അത് ഇച്ചിരി കേമനാണ്. അത് തൃശ്ശൂരിൽ നിന്ന് വിറ്റുമാറി ഇവിടെ വന്ന് കേമപ്പെട്ട ഒരാന വഴക്കിലൊക്കെ. അതിനിപ്പോൾ തൃശ്ശൂർ ജില്ല എറണാകുളം ജില്ലയൊക്കെ ഒന്ന് നൽകിയ കുട്ടികൃഷ്ണൻ എന്ന് പറയും, ഓണാട്ട് കുട്ടികൃഷ്ണൻ എന്ന് പറയും. ആ ആന ഞാൻ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാനും എൻ്റെ ചേട്ടനോട് കൂടി കയറിക്കുന്ന സമയത്ത് ഒരു 5-8 കൊല്ലം അതിനിവിടെ ഞാൻ കയറിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ്റെ മകനൊക്കെ ഫോണിലേക്കും പുറത്തേക്കും പോകാനപ്പോൾ നോക്കാനൊക്കെ ആളെ എന്നെ വിറ്റേക്കാന്ന് പറഞ്ഞപ്പോൾ ഇവിടെയും ആരും മേടിക്കാനില്ലാഞ്ഞു. അന്ന് അതിന് ചെറിയ ബാലമാഷ് എന്ന് പറഞ്ഞ ഒരാളാണ് പാട്ടത്തിൽ തുടങ്ങുന്നത്. ഈ നല്ല പരിപാടി നടത്തിയിരുന്നു. പുള്ളി പറഞ്ഞു നമ്മൾ നിൽക്കുകയാണെങ്കിൽ മേടിക്കാമെന്ന് പറഞ്ഞു. നിൽക്കുകയാണെങ്കിൽ മേടിക്കാമെന്ന് പറഞ്ഞാൽ അതിന് തൂക്കമുണ്ട്. മറ്റാൾ ഓടിച്ചെന്ന് വെച്ചാൽ അഴിക്കാൻ പറ്റിയല്ല. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളി മേടിച്ചു. ആ പുള്ളി മേടിച്ചതിന് ബ്രെയിൻ ട്യൂമറായിട്ട് ഇത് നഷ്ടപ്പെട്ടു. കുറേ കാലങ്ങൾ കഴിഞ്ഞു. അതിന് നഷ്ടപ്പെട്ട് വേറെ ആനയുടെ പുള്ളി മേടിച്ചു, കൃഷ്ണദാസ് എന്ന് പറഞ്ഞു. ചെറായി ബാലമാഷ്. പുള്ളി ഇപ്പോൾ ഞാനീ പറഞ്ഞ കേൾക്കണ്ടാവും. ഒരു 25 വർഷത്തോളം പുള്ളിയുടെ അടുത്ത് തന്നെയാണ് നിന്നി രണ്ടാനയ്ക്ക്. അപ്പോൾ പിന്നെ എനിക്ക് വേറെ പോകേണ്ടി വന്നില്ല. അത്യാവശ്യം അത് ഇനിയിപ്പോൾ അതിലൂടെ എനിക്ക് വേണമെങ്കിൽ ഇച്ചിരി അഹങ്കാരം പറയാം. ആനകളുടെ തൂക്കം കൂടെയാണ്. ഓടി വന്നിടത്ത് കഴിച്ച് കയറല്ല ആനയെ അറിയുന്നവൻ. ഈ കളിയിൽ തന്നെ നടക്കുന്നതൊന്നും പറ്റി അലമ്പും വഴക്കും കുത്തണ ആനയാണ് കയറാൻ പഠിക്കും. ഭൂമി പെണ്ണ് പറ്റാണെങ്കിൽ ആനയാണെങ്കിൽ അവൻ കയറിയിരിക്കും. എൻ്റെ ആൾക്കാർ അവരും ആരെയും കിഴിയുന്ന സ്വഭാവമൊന്നുമില്ല. ഇതാണ് എൻ്റെ പവർ. അവൻ്റെ പണിയുടെ പവർ അവനുണ്ട്. ഞാൻ എൻ്റെ പണിയുടെ പവറും എൻ്റെ ഭാഗം ശരിയാണെങ്കിൽ എന്നെ പിന്നെ ആരോടൊന്നും പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. അതാണ് എൻ്റെ ആനപ്പണി, പുള്ളി ആനപ്പണി. ഈ 25 വർഷം അവിടെ വന്നു. പിന്നെ മൂന്നാമത്തെ ആന കഴിച്ചു സഭയുടെ. അത് ഇപ്പം ഞാൻ ശരിക്കും പറയാം, ഞാൻ ഈ ആന കഴിക്കാൻ മുമ്പ് ആന കഴിക്കുമ്പോൾ എൻ്റെ ആരാമ്പാരിയും പൊങ്ങി ചാപാമറായിരുന്നപ്പോൾ ഇതിനെ കഴിക്കാൻ പറഞ്ഞു. പരസ്യമായിട്ട് പോണ കാര്യമല്ലേ. അതിൽ സെക്രട്ടറി എന്നൊരു നല്ല മനുഷ്യനൊരു മാഷായിരുന്നു. ഞാൻ ഈ ആനയെ കൊണ്ട് നന്നാക്കി പെറുക്കി ഇവിടെ കൊണ്ടുവന്ന് ചുവയാക്കി കൊണ്ടിരുന്നപ്പോൾ അവർ അതിനെ കഴിഞ്ഞും വലിയ തടി വലിക്കാൻ അവർ അതിന് പാട്ടത്തിന് കൊടുത്തു. അയാൾ ഇതെനിക്ക് പറ്റിയ പണിയെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞൊരു പയ്യന് അന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ടൊരു പയ്യനൊരു ഇപ്പം ആ പയ്യന് കേൾക്കണ്ടാവും ഞാൻ പറഞ്ഞു. അന്നൊരു 10-25 വയസ്സ് ആ പയ്യനുള്ളൂ. ആ പയ്യൻ പറഞ്ഞു അത് ശരിയാവില്ല, ഞങ്ങൾ പാടുന്നത് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ആ ഓഫീസിൽ നിന്നുകൊണ്ട് പറഞ്ഞു, 2ാമത്തെ നില ഇരുന്നുകൊണ്ട് ദഹിക്കിനെ കാണിച്ചു പറഞ്ഞു. തൻ്റെ ആനയെ കിട്ടിയില്ലോ എന്ന് പറഞ്ഞു. കെട്ടിയേക്കണ് വേണം നോക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ആനപ്പണി വന്നു. അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അതെൻ്റെ ഒരു രീതി. ഈ പരസ്യമായിട്ട് വന്ന കാര്യങ്ങളാണ്. നേരെ പറയുന്ന കാര്യങ്ങൾ എന്ന് വരെ എന്നോട് ഒരു എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയണു. ആ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാറുള്ളൂ. ഇന്നിപ്പോൾ ഈ ആനയ്ക്ക് ഇന്നത് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ആനയ്ക്ക് ഇന്ന ഇല കൊണ്ട് ഇന്നത് ചെയ്യണമെന്ന് നമ്മൾ പറയണു. അപ്പോൾ അതവർ മനസ്സിലാക്കണോ, അത് ചെയ്തോളാൻ പറയണു. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളില്ല. അതല്ല അത് പാടില്ല, എൻ്റെ ആനയുടെ കാര്യം ഞാനാ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ആനപ്പില്ല അത്രേ ഉള്ളൂ. കാരണം ഞാനാദ്യം കിഴിയണ പണി എടുത്തതല്ല, ഞാൻ ഈ പഠിച്ച പണി വലിച്ചു പോകണമല്ല. ഒരു ഡോക്ടർ പഠിച്ചാലേ പ്രാക്ടീസ് ചെയ്യുക. കാരണം അയാൾ പഠിച്ചേച്ചിറങ്ങിയവൻ്റെ ജോലി അസുഖങ്ങളല്ല പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രാക്ടീസിലാവണം. ആ ജോലി പഠിച്ചു കഴിഞ്ഞിട്ടില്ല.
ഞാനീ കൊണ്ടുനടക്കുന്ന ഞാൻ ഈ ആനയിൽ 9 ആനയെ കൊണ്ടുവന്നാലും 10 ആനയെ കൊണ്ടുവന്നാൽ അതിൻ്റെ പണി 11ാമത്തെ ആനയായിരിക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം വേറെ ആയിരിക്കും. ഞാൻ അത് പഠിക്കും. ഓരോ ആനയ്ക്കും ഓരോ സ്വഭാവങ്ങളാണ്. എല്ലാ സംശയമുള്ള ഞാൻ പറഞ്ഞില്ലേ, ക്ഷത്രിയൻ വൈദ്യൻ ശൂത്രൻ കോപ്പൻ ഇത് ഈ വർഗത്തിലുണ്ട്. ഇത് വഴിക്കോട്ടാണ് പട്ടിയെത്ത് കിടക്കുവാണെങ്കിൽ അതിർത്ത് തിന്നേച്ച് പോണ ആനയുണ്ട്. അന്നേരം തന്നെ അവിടെ ചെയ്യാനൊന്ന് എത്തും പുറകെ. അവൻ ശൂദ്രൻ നടന്നു പോണ വഴിക്ക് കാലൊരു കല്ല് ആനയുടെ കൊണ്ടു കഴിഞ്ഞാൽ അത് ആനക്കാരൻ തല്ലി വെച്ചാൽ അപ്പം നമ്മൾ ഓടിക്കുന്ന ആനയുണ്ടാവും. അവൻ ക്ഷത്രിയൻ ക്ഷിപ്രകോപി. ആ കോപം കഴിഞ്ഞാൽ അവന് കുഴപ്പമില്ല, പിന്നെ അവരോട് കൂടാ. അതാണ് ആനക്കാരൻ ഒരുപാട് ക്ഷമയുള്ളവനായിരിക്കുന്നു പറഞ്ഞാൽ. പല പ്രശ്നങ്ങളും തരണം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിച്ചിരിക്കണം, അടിക്കേണ്ടടുത്ത് പൊക്കിയിട്ടടിക്കണം. ഇപ്പം ഈ അമ്പലത്തിൽ ആന ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തല്ലേണ്ടത് അവിടെ ആൾക്കാർ കൂടി പ്രശ്നമാകും, മൊബൈലിൽ എടുക്കും, ചെയ്യാൻ നിവൃത്തിയില്ല. അതാണ് ഈ പഴച്ചു പോയത് പണി, ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇവിടെ തല്ലിയാൽ ആനക്കറിയാം അവൾ തെറ്റി തെറ്റ് തല്ലിയെന്ന്. അപ്പോൾ ആൾക്കാരെ മൊബൈലും വഴി വിഷയമായില്ലേ. ഇതിന് ആനക്കാരൻ ചെയ്യുന്ന എപ്പോഴാണ്? ഇതിനെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഇഷ്ടത്ത് കൊണ്ടുപോയി ആരാക്കി കിട്ടിയാൽ എല്ലാവരും കൂടി ഇടിച്ചു തവിടുക. ഇത് ആനക്കറിയാൻ പറ്റില്ല. പോയിന്റ് മനസ്സിലായോ? അപ്പോൾ ഈ കാലത്ത് ഈ പണി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ആനകൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയൂല ഞാൻ എന്നെ ചെയ്യാൻ പോകാമെന്ന്. നിങ്ങൾക്കറിയില്ല, എഴുന്നള്ളി ചെയ്യണം. ഞങ്ങളെപ്പോലെയുള്ള ഇപ്പോൾ ആൾക്കാർക്ക് അറിയാമല്ലോ. ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ചില ആനകൾ ഇങ്ങനെയൊന്ന് കാണിക്കും. അത് അങ്ങോട്ട് കയറാനാണ്, അല്ലെങ്കിൽ നമ്മുടെ മുകളിലേക്കായിരിക്കും. ഇതാ കാണിക്കുക. അല്ല പിന്നെ കുത്താൻ പോകുന്ന ആന പറയില്ല. ആനയുടെ ലക്ഷങ്ങൾ നോക്കി നമ്മൾ കണ്ടുപിടിച്ചാണ് തന്നെ ചെയ്യാൻ പോകുന്നത്. മനസ്സിലാക്കണം. അന്നേരം ആയിരിക്കും ഒരു ആനക്കാരനൊരു കോല എൻ്റെ മേത്തേക്ക് ഇടുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള തന്നെ ഓർക്കണം. ആന ചുമ്മാ തല്ലി പ്രശ്നമായോ? അപ്പോൾ അതാണ് ഈ തൊഴിലറിയുന്ന തൊഴിൽ എന്നാന്ന് അറിയണതും പഴയ ആൾക്കാരും ഒക്കെ ഈ പണി വേണ്ടാന്ന് വെച്ച് ഇന്നൊക്കെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അലമ്പും ബഹളവും എന്തോരം കേസുകളൊക്കെ ഉണ്ടാവണം. പിന്നെ ഈ കുന്തക്കോല ഞാനിലെ ചാരിട്ടാണ് കുന്തക്കോല ആണിയിരിപ്പുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ എങ്ങനെയുള്ള വിഷയങ്ങൾ വന്നില്ല. അത് ഞാനിപ്പോൾ അതിൽ വെച്ചേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആന ഒരു അപകടഘട്ടത്തിലേക്ക് പോകാണ്. ഇപ്പോൾ ഒരാളെ തട്ടിട്ട് കുത്തുവാണ്, അല്ലെങ്കിൽ വേറൊരു ആനയെ കുത്തുവാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ എനിക്കത് ഉപയോഗിക്കേണ്ടി വരും. ഇത് ഞാൻ കൊണ്ടു നടക്കുന്നത് ഇത് ഊടുപാട് കുത്താനല്ല. അപ്പോൾ അങ്ങനെ ഒരിടത്ത് രക്ഷപ്പെടുത്തി എടുക്കണം. എനിക്ക് ആയുധം വേണ്ട. ഒരു പോലീസ് ഓഫീസർ തോക്ക് കൊണ്ട് നടക്കുന്നതിനാ കണ്ണി കാണുന്ന ഒരു വെടി വയ്ക്കാനാണോ? അപ്പോൾ അയാളുടെ ഒരു സ്വയരക്ഷയ്ക്കും അങ്ങനെ ഒരു അപകടഘട്ടത്തിൽ വന്നിട്ട് പെരുമാറാനല്ലേ ആയുധം. പക്ഷെ നമ്മുടെ ഇന്നത്തെ നിയമത്തിൽ പാടില്ലത്. പിന്നെ എല്ലാം കൊണ്ട് തന്നെ ഈ ഉമ്മ വെച്ചാൽ നടക്കുമോ? അല്ലെ ആനയെ മക്കളെ ചെയ്തെന്ന് പറഞ്ഞാൽ നടക്കുമോ? ആനയെ ചെയ്യുന്ന സമയത്ത് ആന ചെയ്യും. അതിന് നേരിടണമെങ്കിൽ ആയുധങ്ങൾ വേണം. അങ്ങനെയൊക്കെയാണ് ഈ നിങ്ങളുടെ മുമ്പോട്ട് പോക്കും കാര്യങ്ങളും. പ്രശ്നങ്ങൾ ഒരുപാട് നിയമവ്യവസ്ഥയിൽ ഒരുപാടുണ്ട്. ആന അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ കെട്ടാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, കുത്തി തോണ്ടി മാറി നമുക്ക് ഈ ബാധകങ്ങളൊന്നും കേൾക്കാറില്ല. കാരണം എൻ്റെ ഉടമസ്ഥനോട് എനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ബാക്കി എന്നോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളി മൂത്തയാൾ മരിച്ചുപോയി. പുള്ളി മൂത്തയാളെ എന്നെ ഞാൻ ഏൽപ്പിക്കുമ്പോൾ മൂത്തയാളോ പുള്ളി മരിച്ചുപോയി. അത് അച്ഛൻ, മൂത്ത മകൻ. മൂത്ത മകൻ കൃഷ്ണദാസ് സാറ് എന്നോട് പറഞ്ഞു, പാപ്പാനെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടാവരുത്. ബാക്കിയുള്ള എന്നോട് മനസ്സിലാക്കി ഞാൻ നോക്കിക്കോളാമെന്ന്. എൻ്റെ ഒരു ധൈര്യം അതാ. അതിപ്പോൾ കീഴെയുള്ളവരും ഉണ്ട് എൻ്റെ ബുദ്ധി. പക്ഷേ ഞാൻ വൃത്തികേട് ചെയ്തിട്ടെങ്കിൽ എന്നിട്ട് കാര്യമില്ല, അവർ ഏൽക്കുകയില്ല. അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഇവിടെ പല ഫോറസ്റ്റ് ഓഫീസറും വന്ന് എന്നെ ചാടിക്കാരും ഇരിക്കാരും ഒക്കെ ഉണ്ട്. മെയിൻ റോഡല്ലേ. അപ്പം മാന്യമായുള്ള കാര്യത്തിനാണ് ഞാൻ പറയും, സാറേ ഇന്നതാ കാര്യങ്ങൾ, ഇന്ന പോലെയാണ് കാര്യം മുമ്പോട്ട് പോകുന്നത്, ഇന്നാന്ന് പറയും. തൻ്റെ പേര് കേൾക്കുന്നത് അങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ ഈ സാറെന്നുള്ളത് ചിലപ്പോൾ അക്ഷരം മാറ്റിയെന്ന് പോയി. അതിൻ്റെ ഒരു അതും കൊണ്ട് കൂടി അവിടെ പരാതി കൊണ്ട് പോയിട്ടുണ്ട്. എന്നെ വിളിച്ച് എൻ്റെ ഉടമ ചോദ്യം ചെയ്തിട്ടുണ്ട്. പുള്ളി ഞാൻ പറയാറുണ്ട്, അത് ഞാൻ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണ്. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലേ പുള്ളിക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ എനിക്ക് ഉണ്ടായൊരു അനുഭവം, ഞാനെൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങണു. ഈ ആന ഈ കിട്ടുന്നതേ നിൽക്കുന്നു. ഒറ്റ വണ്ടി ഫോറസ്റ്റാർ ഇവിടെ ചവിട്ടി ചാടി ഇറങ്ങി വന്നു വെച്ച് അതാണ് ഇതാണ്. അപ്പോൾ ഇത് എല്ലാത്തിലും ഉണ്ടല്ലോ. ഇപ്പോൾ പറയും പോലെ പുഴുക്കുത്തുകൾ എന്ന് പറയുമ്പോൾ ആ പുള്ളി എന്ന് വെച്ചാൽ എന്നെ കണ്ടോ തൻ്റെ പേര് പരാതി തന്നെ അങ്ങനെയും ഇങ്ങനെയും മറ്റമായ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ, അപ്പോൾ ഞാനോർത്തു ഇവിടെ ആൾക്കാർക്കൊക്കെ ഞാൻ ഇവിടെ ആനയ്ക്ക് എന്ത് പരാതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല ഈ വീടുകൾ. കാരണം ഞാനിവിടെ ആനയെ കെട്ടിക്കഴിഞ്ഞാൽ ഈ വീടുകളൊക്കെ വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല ഇത്ര കൊല്ലം ഈ പറമ്പിൽ ആനയുണ്ട്. എനിക്ക് ഓർമ്മ കഴിക്കുമ്പോൾ ആനയുണ്ട്. എനിക്ക് ഒരു അറിവായിരുന്നു. അന്ന് ഇത് ഒന്നിച്ചിടന്ന് പറഞ്ഞാൽ ഇത് വീട്ടിൽ ആന ചേട്ടന്മാരുണ്ടെങ്കിൽ ആന ചേട്ടനുണ്ട്. പിന്നെ ഒരു ബാറിന് മുമ്പിൽ കൊണ്ട് വെച്ചൊരു
കുരിശ് കൊണ്ട് വെച്ചു അല്ലെങ്കിൽ അമ്പലം കൊണ്ട് വെച്ചിട്ട് ബാറ് മാറ്റിക്കൊണ്ടുപോകാൻ പറയാൻ കാര്യമുള്ളൂ. നേരെ മറിച്ച് അവിടെ പണിതുകൊണ്ട് വരികയാണെങ്കിൽ പറയാൻ പാടില്ലെന്ന്. എൻ്റെ ആന ഇവിടെ അന്ന് പോലെ എൻ്റെ പറമ്പിൽ ആനയുള്ളതായിട്ട് ഇവിടെ അത് കഴിഞ്ഞുകൊണ്ട് വീട് കൊണ്ടുവച്ച് ആനമായിരുന്നു ഇവിടെ പറയാൻ നിയമമുള്ളത്. അവരിവിടെയൊക്കെ പരാതിയൊക്കെ ഇഷ്ടമില്ലാത്തവർ കൊടുത്തപ്പോൾ അവർ തന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ വരുമ്പോൾ അവിടെ ആനയുണ്ട്, പിന്നെ ഞങ്ങൾ നിങ്ങൾ തന്നെ തലമേടി ഈ സ്റ്റോപ്പറിയുടെ ആന നിൽക്കുന്നത് വീടുന്നതാണ്. അങ്ങനെയുള്ള എന്നെ ആനയെ മാറ്റാൻ പറ്റുമോ? അപ്പോൾ ഈ ഉദ്യോഗസ്ഥരൊന്നും വന്നു വെച്ചാൽ എന്നെ ചാടിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഞാനൊക്കെ തുടങ്ങുമോ പെണ്ണുമ്പിള്ളി ഈ കാക്കിയെല്ലാം കണ്ടിട്ട് പെൺപിള്ളേരൊക്കെ വിളിച്ചു എന്നെ വിളിച്ചു ഞാൻ ചോദിച്ചു പറഞ്ഞു എൻ്റെ ഒരു പരാതി. അപ്പം ഞാനൊരു സത്യസന്ധമായിട്ട് അറിയാൻ വേണ്ടി ചോദിച്ചു ആരാ സാറ് ഈ പരാതി ഉണ്ടെങ്കിൽ അതൊന്ന് പറയാൻ പറ്റും. അതൊന്നുമല്ല തന്നെ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഞങ്ങൾ തമ്മിൽ തെറ്റിക്കഴിഞ്ഞപ്പോൾ ഇയാൾ എനിക്കിട്ട് പണിയാനെ വന്നപ്പോൾ ഞാൻ എൻ്റെ വായിൽ നിന്ന് വേണ്ടാതെ ഞാനും പറഞ്ഞായിരുന്നു ചാടിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ ആന ഇങ്ങനെ എൻ്റെ കോമ്പൗണ്ടിൽ ഞാൻ കിടക്കാൻ എൻ്റെ വീട്ടിൽ സാറിന് എന്നാ വേണ്ടതെന്ന് ചോദിച്ചു. ഈ ഊമ്പൻ ഉദ്യോഗസ്ഥൻ അന്നേരം എന്നോട് ചോദിക്കുക ബിസിനസ് സർട്ടിഫിക്കറ്റ് എവിടെ കഴിഞ്ഞ് എടുക്കാൻ. ഈ ബിസിനസ് സർട്ടിഫിക്കറ്റ് എന്ന് അയക്കറിയാൻ പാടില്ല, എനിക്കറിയാം. നമ്മൾ ഈ ആനയും കൊണ്ട് പോയി എവിടെയെങ്കിലും എഴുന്നള്ളിക്കാൻ ചെല്ലുന്നിടത്ത് ആ അമ്പലത്തിൽ പോസ്റ്റ് കഴിയുമ്പോൾ കാണിച്ചു കൊടുക്കേണ്ട നിയമ സർട്ടിഫിക്കറ്റ് ബിസിനസ്. അതായത് ഈ ആനയ്ക്കൊരു കുഴപ്പമില്ല എഴുന്നള്ളിക്കാവുന്നതാണ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇയാൾ ബിസിനസ് സർട്ടിഫിക്കറ്റ് ഇയാളെ എവിടെ പഠിച്ചെന്നാ എനിക്ക് ഞാൻ ചോദിച്ചാൽ എൻ്റെ എൻ്റെ കോമ്പൗണ്ടിൽ ആനയ്ക്കുന്നു അത് പുറത്തേക്കാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്വഭാവം മാറി. ഇങ്ങനെയൊക്കെ സംഭവം കൊണ്ട് ആളുടെ കൂടി ഉടവസ്ഥനെ എടുത്തുവന്ന് ഉടനെ എന്നെ വിളിപ്പിച്ചു. അതാരെ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടാക്കി കുഴപ്പമില്ല ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അതിപ്പോൾ എൻ്റെ ഭാഗം തെറ്റില്ലെങ്കിൽ എന്നെ നോക്കിക്കൊണ്ട് എനിക്ക് പിന്നെ ആനയോടെ പറയണ്ട. ഇല്ലെങ്കിൽ പറ്റി അടക്കം എനിക്ക് വേണ്ട, അതിലേക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ മെക്കാനിക്ക് പണിക്ക് പോയാൽ നമുക്കിപ്പോൾ 1000 അരിപടിയും കാശ് കിട്ടൂല്ലേ? ഈ കുത്തനെ ആനകൾ വന്നിട്ട് നമ്മൾ ബെറ്റോട്ടനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഓട്ടോമസിനെ പേടിക്കാം. എന്നുവെച്ചാൽ അവരുടെ ചോറ് നമ്മളൊന്ന് അവർ പറയാ പാപ്പാനത് ഇന്ന പോലെ വേണം കാര്യങ്ങൾ ഇങ്ങനെ വന്നു പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിച്ച് പറ്റുള്ളൂ. ഈ പോലെ ഊച്ചാവാളികളെല്ലാം കൂടെ ഒന്നായിട്ട് പുറത്തു നിന്ന് അങ്ങനെ ഞാൻ ന്യായമായ കാര്യം അംഗീകരിക്കും, അല്ലാത്ത ഞാൻ അംഗീകരിക്കില്ല. എൻ്റെ ഒരു രീതി അതാ. അതുകൊണ്ട് തന്നെ പലർക്കും കാണാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും ഒരു നിലപാടുകൾ വ്യക്തമാക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ്. ഞങ്ങളെ കാര്യങ്ങൾ പറയും, അത് ഞങ്ങളെ കാണാൻ പറ്റില്ലേ. പിന്നെ നമ്മൾ ഇത്രയും നാളും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ലാഭം പ്രതീക്ഷിച്ചല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഒരിക്കലും അല്ല. ഇതിൽ നിന്ന് എനിക്കൊന്നും കിട്ടാതെ ഇരുന്നുണ്ട് ഒത്തിരി. അപ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ ഉടമയെ സംബന്ധിച്ച് കോടീശ്വരനാണ് എന്ന് വെച്ചാൽ നാട്ടിലില്ലാത്ത ആനയ്ക്കില്ലാത്ത വരുവാൻ എനിക്ക് ഇത്ര തന്നെ എനിക്ക് ചോദിക്കാൻ പാടുള്ളൂ. അപ്പോൾ എനിക്ക് ആ കിട്ടുന്ന പൈസ കൊണ്ട് മതത്തിലൊക്കെ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ആ 3-4 മാസം ഈ ആന നിന്ന് കഴിഞ്ഞാൽ ആ കിട്ടുന്ന വരുവാൻ എനിക്ക് പോരാതെ വരും. പിള്ളേരെ പഠിപ്പിക്കാനുണ്ടാവും, വീട്ടിലെ ചിലവുണ്ടാവും, കാര്യങ്ങളും. പക്ഷേ നമുക്ക് ആ ഉള്ള പൈസ എല്ലാം ചോദിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അമ്പലങ്ങളിലേക്ക് ഇറങ്ങി നമ്മൾ കഴിവിളിക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് വരുവാൻ കിട്ടുന്നത്. അപ്പോൾ അതായാലും തിരിച്ചു പോകും. അവർക്കുണ്ടോ എന്നുള്ളതല്ല നമ്മളെ പ്രശ്നം. അതാണ് ഞാൻ ആദ്യം അഡ്വാൻസ് പറഞ്ഞല്ലോ, ഞാൻ കൊടുക്കാനും മേടിക്കാനും പോലും എനിക്ക് തരില്ലാഞ്ഞിട്ടല്ല, അർഹതയില്ലാത്ത ഞാൻ ചോദിക്കാറില്ല. എൻ്റെ ഒരു രീതി അതാ. ഇല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ഞാൻ ഇല്ലാത്തവർ അർഹതയുള്ള കാശ് എനിക്കത് തരുന്നുണ്ട്, അത് ഞാൻ മേടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തികഞ്ഞോ തികഞ്ഞില്ല എന്നുള്ള അതിനകത്ത് ബാധകമല്ല. നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അവർ തരുമായിരിക്കും എന്നല്ല തരും. ഇപ്പോൾ ഒരു 4-5 കൊല്ലം വരെ ഇപ്പോൾ എനിക്ക് പിള്ളേർക്ക് ജോലിയായി, പിള്ളേരൊക്കെ പഠിപ്പെല്ലാം കഴിഞ്ഞ് എനിക്ക് സ്വസ്ഥായി. അതുവരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടുന്ന ശമ്പളവും ആനയ്ക്കെന്നുള്ള എന്ന് വെച്ചാൽ ആനയുടെ കാര്യത്തിൽ കുറഞ്ഞിട്ടില്ല. എനിക്ക് ഒരു രൂപ പോലും കിട്ടാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. അതായത് എൻ്റെ ശമ്പളക്കാശും കൂടെ കൂടി ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് പറയാൻ പറ്റില്ല അവിടെ, കാരണം അവർ തരാൻ എനിക്ക് തന്നെ ഉണ്ട്. പിന്നെ ഇത് പറഞ്ഞാൽ തരും, ഞാൻ പറയാൻ പോയിട്ടില്ല. അപ്പോൾ മനസ്സിലായോ? ഇപ്പം നമുക്കിപ്പോൾ ഈ തീറ്റയ്ക്ക് ഒരു ദിവസം തീറ്റ കൊടുക്കാനൊരു നിയമസാധ്യതയുള്ള പൈസയുണ്ട് എല്ലാവർക്കും ഉള്ള. നമുക്ക് ചിലപ്പോൾ അത് വെട്ടിപ്പെറുക്കി വരുമ്പോൾ നമ്മുടെ കുറച്ച് പാഴയിൽ വന്നിട്ട് അത് ചിലപ്പോൾ പൈസ കുറേ കൂടുതൽ ചിലപ്പോൾ ഒന്നും കൊടുക്കാതെയും കിട്ടും. അപ്പോൾ ഈ കൂടുതൽ വരുമ്പോൾ ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തരാൻ പറയാൻ ഈ ചുമ്മാ കിട്ടുമ്പോൾ അത് നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഈക്വൽ പോലായില്ലേ. ഒന്നും ഒരു രൂപ പോലും കിട്ടാതെ ഞാൻ മാസം കഴിഞ്ഞ് നോക്കിയിട്ടുണ്ട്. ഒരു രൂപ പോലും വരുവാനില്ലാതെ ഞാൻ ആനയ്ക്ക് കുറച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് പട്ടിണി വന്നിട്ടില്ല, എങ്കിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് പട്ടിണി ഒരു ഐശ്വര്യമാണ്. ഇത് കുടുംബത്തിൽ നിന്നാൽ മതി. എനിക്കങ്ങനെ പട്ടിണിയുടെ കാര്യമൊന്നും വന്നിട്ടില്ല. ഈ ആന എനിക്ക് എഴുന്നള്ളിക്കാൻ പോയോ പണിയാൻ പോയോ ഒരു ഉണ്ടാക്കി തരില്ല.
പക്ഷേ എനിക്കൊരു കാര്യമില്ല. എൻ്റെ മക്കളെയും പഠിപ്പിച്ചു. ഞാൻ സ്വസ്ഥമായിട്ട് ആർഭാടം ഇല്ല. ജീവിക്കാൻ എനിക്കൊരു പൈസ പഞ്ഞിട്ടില്ല. അത് അതിൻ്റെ ഒരു ഐതിഹ്യ. അങ്ങനെ വളരെ അപൂർവം ചിലയാണത്. ചില ആനകൾ നിൽക്കുന്നിടം കുന്നത്ത് വിളക്കായിരിക്കും, വാരിക്കൂട്ടും. ആന കൊണ്ടുവരുമല്ല, ആ നിൽക്കുന്നിടത്ത് വരും. അന്വേഷിച്ച് നോക്കിയോ, അറിയാവുന്ന പഴയ ആൾക്കാരുടെ നോക്കിയോ. ഒരു 10-80 വയസ്സിനപ്പുറത്തേക്കുള്ള പഴയ ആനക്കാട് ചോദിച്ചാൽ പറയും. ചില ആനകൾ വന്ന് കയറിയാൽ അവൻ വാരിക്കൂട്ടും. ഇറങ്ങിപ്പോകുമ്പോൾ തൂത്തു വാരിക്കൊണ്ടു പോകും. അറിയാൻ മേലാണ്ട് വിറ്റ് കളഞ്ഞ. എനിക്കൊക്കെ ഒന്നുമില്ല, ഒരു ചുക്കുമില്ലാതെ എനിക്കൊന്നും പറ്റാണ്ട് ഈ പിള്ളേരെ പഠിപ്പിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടപ്പോൾ ഞാൻ ചെയ്തതെന്ന് തോന്നുന്നു. എനിക്കിത് മുഴുവൻ അയച്ചില്ല. എന്നെ എങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. എന്നെ കുത്തിയതിൻ്റെ ഒരു അടി ഞാനിന് കൊടുത്തിട്ടില്ല. ഒരു നേരത്തിന് എന്തിനു കുത്തുണ്ടെങ്കിൽ ഞാനിത് വല്ല കള്ളും കുറിച്ച് വെള്ളുന്നതല്ല. എൻ്റെ ബ്രഹ്മോത്തി മുഴുവൻ എന്നെ കൊല്ലും. അവർ ചെയ്യും. ഇതൊക്കെ പച്ചയായ സത്യം, അല്ലാണ്ട് താളടിക്കണമല്ല. 4 പേരൊക്കെ ഞാൻ താളാടിച്ചതല്ല, പച്ചയായ സത്യം എന്നെ പറ്റി നോക്കിയത്. അതിൻ്റെ ഇതിൻ്റെ ഉടമസ്ഥൻ ഈ ഭാഗത്തേക്കൊന്നും വരാറില്ല. കാരണം അവർക്കറിയാം ഞാൻ പൊന്നുപോലെ നോക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചാവാണ്ടിരിക്കാൻ അവർ നോക്കിയത്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ചത്തു കിടക്കുവാണെങ്കിൽ പോലും ഏതൊടമസ്ഥനാണെങ്കിലും ഈ കാശുകൊണ്ടക്കാരൻ എന്നെ നോക്കില്ല. അടുത്ത ആൾക്ക് ആനയെ കൊടുക്കും. കാരണം എന്തെങ്കിലും ഇതിനെ തന്നുവിട്ടാൽ ഇതിനെ വെറുതെ വിടുവോ? എവിടെ നിന്നിട്ട് നിങ്ങളങ്ങോട്ട് ഇങ്ങനെ ആന നിങ്ങൾ എത്രയിട്ട് പോയി കാണാൻ പറ്റും? എവിടെയെങ്കിലും ഒരു ഈച്ചക്കാരന് കേടോ കൂടോ തുളയോ വത്താങ്ങാത്തലോ മുഴയോ മാങ്ങാത്തലിയോ ഒന്നും ഇല്ലാത്ത ഒരു ആനയെ നിങ്ങളവിടെ കാണാൻ പറ്റും. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക, അവരോട് വെല്ലുവിളിക്കും. ഞാൻ ആ കാര്യത്തിൽ എവരെയും വെല്ലുവിളിക്കും. ഏതാനക്കാരെ ഏതോടൊന്നും ഞാൻ വെല്ലുവിളിക്കും. ആനയും കാണിച്ചു തരാൻ മതി. ഒന്നുകിൽ അവിടെ പൊട്ടി, ഇല്ല ഇവിടെ ചീച്ചി, ഇവിടെ ഒരു മുഴ, അല്ലെ കാല്, പാതരോഗം, മാങ്ങാത്തൊലി ഇല്ലാത്ത ഒരു ആനയും കാണിച്ചു തരാം. ഇതിനൊക്കെ 2 കൊല്ലം മുമ്പ് എന്നെ കൊമ്പ് പറിക്കാൻ വന്നപ്പോഴേ ഫോറസ്റ്റുകാർ വേണം, ഡോക്ടർ വേണം, എല്ലാവരും വേണം. ഞാൻ ഈ ആനയെ നീരിന്ന് വെച്ച് മത്തിന്ന് വെച്ചിട്ട് ഈ തറിയിൽ ഇതിപ്പോൾ 2 തെറിയുണ്ട് എനിക്ക് വേറെ. ഇത് ഞാൻ പകൽ കയറ്റുന്നതിനും ഇത് അതൊരു കെട്ടും തെറി, അതിൻ്റെ അപ്പുറം വേറെ തെറി, 3 തെറിയുണ്ട് എനിക്ക്. അപ്പം ഈ ഒരു പുസ്തകം പോലെയുള്ളതിന് നടുക്ക് തെറ്റൊരു വട്ടം, ഒരു ബട്ടൺസിൻ്റെ വട്ടമായിട്ട് ഈ ഡോക്ടർ, ഞാൻ നീരിന്ന് കഴിച്ചൊരു 4 ദിവസം 5 ദിവസത്തിന് മുമ്പ് ആ കൊമ്പ് കുടിക്കാൻ ഓർഡർ ആയതുകൊണ്ട് പറ്റേന്ന് എൻ്റെ മാനേജർ എന്നോട് വിളിക്കുകയും. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ വരാൻ പറ്റില്ല, ഒരാഴ്ച കഴിഞ്ഞാൽ ആന സൂട്ടാവുമെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും ഒത്തു വരണ്ടേ. അത് വേണ്ട, പോന്നോളാൻ പറഞ്ഞു. അപ്പോൾ കൊമ്പ് കുടിക്കാൻ ആരും എല്ലാം വേണ്ടി ഞാൻ ആനയെ കിടത്തി. ഈ ഡോക്ടർ ഈ പുസ്തകമായിട്ട്, ഈ പുസ്തകത്തെ ഒരു വട്ടണം, അത് എന്നാ കൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടാതെ ഇയാൾ ഇത് ഇടയ്ക്കോടെ എല്ലാം കയറി നടക്കുക. ഈ പുഴുക്കുത്ത് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞത് ഇതെല്ലാം എൻ്റെ കാലയും കയ്യേ മേതോടെ എല്ലാം ഇതിങ്ങനെ നടക്കുക. എന്നാ കാരണം അറിയാൻ അറിയേണ്ടത്. ഞാൻ ഈ ആനയെ മതത്തിൽ നിന്ന് വെച്ചിട്ട് 4 ദിവസമായുള്ളൂ. അപ്പോൾ ഈ ആനയെ കിടത്തിയിട്ടുണ്ട്, കുമ്പ് മുറിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ എവിടെ മുറിവ് കാണുന്നില്ല ഇയാൾ നോക്കിയിട്ട്. ഈ എവിടെയെങ്കിലും മുറിച്ച് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ കോപ്പ് കൊണ്ട് നടക്കണം. അയാൾ എന്നോട് ചോദിച്ചപ്പോൾ അയാൾ പഠിച്ചതല്ല, ഞാൻ പഠിച്ചത്. ഡോക്ടർ പഠിത്ത അത് വേറെ. ഞാനിന്ന് വെറുതെ എന്നെ പഠിപ്പിച്ച ആളുടെ കോണാനിയുടെ കഴുകി കൊടുത്തിട്ടാണ് ഞാൻ പഠിച്ച വിദ്യ ചെയ്ത്. ഈ ഉമ്മാനി കിട്ടില്ല. ഒരുത്തനിലും കാലങ്ങൾ നടന്നൊരു വിദ്യ നമുക്ക് കിട്ടിയാൽ അർഹതയില്ലാത്തൊരു വിദ്യ കൊടുക്കില്ല. കാരണം എന്നാണെന്നറിയോ, വിദ്യ കൊടുക്കാത്ത ദുഷ്ടൻ. അർഹതയില്ലാത്തതിന് കൊടുത്താൽ അവൻ വേണ്ടാത്തത് പെരുമാറുന്നത്. പഴയ ഒരു ആനക്കാരൻ നമുക്കൊരു വിദ്യ തരില്ല. നമ്മളതിൻ്റെ പുറകെ നടന്ന് അവൻ്റെ തുണിയും കോണാനും കഴിക്കാൻ ചോറും മേടിച്ചു വിടും പറഞ്ഞ എല്ലാം കഴിഞ്ഞിട്ട് അവൻ തോന്നും ഇവൻ കുഴപ്പമില്ലാത്തൊരു പയ്യനാണ്. തോന്നിയാൽ മാത്രമേ വിദ്യ കിട്ടുള്ളൂ. ഇന്ന് ഈ വിദ്യ അറിയുന്ന ഞാൻ ആരെയും ഇതായിട്ട് പറഞ്ഞല്ല. ആനകളെ കൊണ്ടുവന്നിട്ടുണ്ട്, പല രീതിയിൽ പലത് ചെയ്യുന്നുണ്ട്. ഞാനതിനെ കുറ്റപ്പെട്ടി താത്തിക്കെട്ടി പറയില്ല. വിദ്യകൾ ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ പകുതി പോലും ആയിട്ടില്ല. ഇത്രയും കാലം നടന്നാൽ ഞാൻ പകുതിയില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇനി പഠിക്കാൻ? തീർച്ചയായിട്ടും അപ്പം ഈ ഡോക്ടർ വന്നിട്ട് നോക്കിയിട്ട് എന്ത് കണ്ടുപിടിച്ചു? ആനയെ മുട്ടാതെ അല്ല ഉപദ്രവിക്കാതെ ആനയെ കഴിക്കാൻ പാടില്ല. ആന നമ്മുടെ അമ്മായിയൊന്നുമല്ല. തല്ലല് ഞാൻ പറഞ്ഞില്ലേ, പൊക്കി പിടിച്ചിട്ട് തല്ലുമെന്ന്. പൊക്കി ഇട്ടിയാൻ തല്ലും. പക്ഷേ ആ തല്ല നമ്മൾ മക്കളെ ശിക്ഷിക്കില്ലേ? അതിൻ്റെ എല്ലും മുള്ളു ഒടിഞ്ഞു പോകാനും ചങ്ങിനും കല്ലിനുമാണ് ഇടിക്കുന്നത്. എനിക്ക് ഇടിക്കാനും അറിയാം, തല്ലാനും അറിയാം. ഒരു 3 കുന്തക്കൊല ഇരിക്കുന്നത് ഇത് പറഞ്ഞ് ചാരിയിട്ട് 8 ബോട്ടും കുന്തക്കൊല്ല ആനയൊക്കെ കാണിച്ചു തന്നില്ലേ? അതുങ്ങളെ കൊല്ലാനല്ല, ഞാൻ പറഞ്ഞ ചില ആപത്ത് ഘട്ടങ്ങൾ. പിന്നെ ഇത് അനുസരിപ്പിക്കാൻ നിങ്ങൾ പറ്റാത്ത സമയമുണ്ട്. അതുങ്ങളെ പവർ കാണിക്കുന്ന സമയമുണ്ട്. അതുങ്ങളെ തല്ലുകയും ചെയ്ത് ഇരിക്കുകയും ചെയ്യും. ഞാൻ പൊക്കി പിടിച്ച് തല്ലും. തല്ലാത്ത ആളല്ലേ. എനിക്ക് വേണേൽ പറയാൻ പാടില്ല. ഞാൻ അങ്ങ് സ്നേഹിച്ച് മാത്രമേ കൊണ്ടു തല്ലും. തല്ലിയ ഭാഗം അല്ലാതൊന്നും ആനയെ കൊണ്ടുക്കാൻ പറ്റും.
ആര് പറഞ്ഞാലും പക്ഷേ അന്ന് വലിക്കുന്നതേ ചെയ്യാവൂ, നിന്ന് വലിക്കുന്നത് ചെയ്യരുത്. ഒന്ന്. രണ്ടാമത്, ചെയ്ത ആ കാര്യം അത് കളയാനൂടെ പഠിക്കും. നമ്മൾ കാണിക്കുന്നത് ഇവിടെ ഒരു ഇടി വെച്ച് കൊടുക്കേണ്ടി വന്നു, ഇടിച്ചു, അതവിടെ പാലിക്കാൻ പാടില്ല. അതിൻ്റെ ഞരമ്പ് കെട്ടുകൾക്ക് കേടുവരരുത്, മുഴ വരരുത്. അതിനൊക്കെ പല വിദ്യയുണ്ട്, മറിവിദ്യയുണ്ട്. അതോടെ ചെയ്തിരിക്കണം. അതറിയുന്നവനാനക്കാരൻ ചെയ്യുന്ന കണ്ടു. കുറേ ഞാൻ അങ്ങ് ഇന്ന് ഉണ്ടാക്കിയാന്ന് കയ്യിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഇത് അറിഞ്ഞിട്ട് കാര്യമില്ല. അത് പലരും അതേ ഞാൻ പറഞ്ഞ പഠിച്ചാൽ തീരത്തുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ 50 പോലും അതിന് ഞാൻ പറയൂല ഇത്രയും കാലം തന്നിട്ട്. ഞാൻ ഡോക്ടറെ പണിയാന്നും എന്ന് പറഞ്ഞാൽ ഡോക്ടറെ പണിയുന്ന ആനക്കാരൻ ചുമ്മാ ധർമ്മക്കാരൻ ചുറ്റും തന്നെ. പിന്നെ പട്ടിയുടെ കിടപ്പ്, പന്നിയുടെ തീറ്റ, രാജകല എന്നാന്നറിയോ? ആ, അത് പറഞ്ഞുതരാം. ഇന്നത്തെ ആനപ്പണിയല്ല ഞങ്ങളുടെയൊക്കെ കാലത്തെ ആനപ്പണി. ഇന്ന് രാജകലയിൽ വണ്ടിയെ കയറി ഇരുന്നാൽ മതി, ഏത് സ്പോട്ടിലാണെന്ന് അവിടെ എത്തും. തീറ്റ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ട് കൊണ്ടുവച്ച് തരും ആനയ്ക്ക്. നമുക്ക് എന്തെന്ന് വെച്ചാൽ ആ സൗകര്യങ്ങളെല്ലാം കിട്ടും. ഞങ്ങളുടെ കാലത്തെ ആനപ്പണി അതല്ല. ഇപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർക്ക് പോവുകയാണെങ്കിൽ ഇരുമുടിച്ചാക്ക് മുകളിൽ കയറ്റി ഇവിടുന്ന് നടക്കുക. അന്ന് വണ്ടിയും കിട്ടിയില്ല. അപ്പോൾ പോണ വഴിക്ക് എവിടെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഹോട്ടൽ കാണുന്നിട്ട് ചിലപ്പോൾ ആനയുടെ തീറ്റ കാണില്ല. അപ്പോൾ ഇതിനെ ഇവിടെ നിർത്തിച്ച് നമുക്ക് തിന്നാൻ പറ്റുമോ? അപ്പുറം പോയി ആനയ്ക്ക് തീറ്റയും കിട്ടി, കിടക്കാനും സൗകര്യവും തണലും ഒക്കെ കിട്ടി ആന നിർത്താനും പറ്റിയാൽ ചിലപ്പോൾ ഓട്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ആരും പട്ടിണിയല്ലേ. അതാണ് പന്നിയുടെ തീറ്റ കിട്ടുമ്പോൾ തിന്നാൻ പറ്റും. എപ്പോഴാണ് കിട്ടുന്നത് വെച്ചാൽ അപ്പോഴാണ് തീറ്റ കിടക്കുള്ളൂ. പട്ടിക കിടപ്പെന്ന് പറഞ്ഞാൽ പിന്നെ പോയി കിടക്കുന്നത് നമുക്ക് ഹോട്ടൽ മുറി നിർത്തി തരാൻ ആരുമില്ല. എന്താ പോലെ ഇന്ന് ആനക്കാരന് ഹോട്ടൽ മുറിയൊക്കെ എടുത്ത് തരും. കിടക്കാൻ സൗകര്യം എല്ലാം തരും, പായ മുതൽ പാൻ മുതൽ എല്ലാം സൗകര്യം ചെയ്ത് തരും. അന്ന് ഈ മുകളിൽ ചങ്ങല പൊട്ട് തണ്ടലിൽ പൊട്ടാതെ ചാക്ക് കണ്ടെന്നു, ആ ചാക്ക് വലിച്ച് തേച്ച് അതല്ല കിടന്നു തുടങ്ങുന്നത് ആന തുടങ്ങി. അതാണ് പന്നിയുടെ തീറ്റ, പട്ടിയുടെ കിടപ്പ്. പിന്നെ രാജകല, നല്ലൊരു അമ്പലങ്ങളിൽ തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ വൈക്കം, തൃശ്ശൂർ പൂരം, അങ്ങനെയുള്ളൊരു അമ്പലത്തിൽ ഒരു കോലം വെച്ചൊരു ആനയെ കയറ്റിയിടുന്ന കഴിഞ്ഞാൽ ജനങ്ങൾ കടവായിക്കിടെ വെള്ളം വെച്ച് അവനെ മോഹിക്കും. അല്ലെന്ന് പറയാൻ പറ്റുമോ? കളക്ടർ പോലും. അതാണ് രാജകല. ഫേമ ശരിയായോ? ഇന്ന് സമ്മതിക്കുമോ അറിയുന്ന എത്ര ആനക്കാരുണ്ട് പറ? ഇത് സമ്മതിച്ച തന്നെ ആനക്കാരനാരോ ആനറിയുന്നു. അതൊക്കെ എന്തോ ഒരു ത്യാഗങ്ങൾ സഹിച്ച് പഠിച്ചെടുക്കാന്ന് പറയാം. അപ്പം ആ പുള്ളി ഒരു വിദ്യ എടുത്ത് കൊടുക്കണം, ചുമ്മാ ഒരു കൊടുക്കില്ല. കാരണം അർഹതയില്ലാതെ വിദ്യ കൊടുക്കാത്ത ദോഷം, അർഹതയില്ലാത്തവന് കൊടുത്താൽ അവനത് ആദ്യം പ്രയോഗിക്കും. ആനകളുടെ വീട്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഒറ്റയടി ചത്തുപോണുണ്ട്, ഒറ്റയടി വേണ്ടടുത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ കൊണ്ടുവരുന്നപ്പോൾ ആണ് ഈ ബാലമാഷ കൃഷ്ണസാറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു 10-20 കൊല്ലം മുമ്പ് പുത്തമ്പലിക്കര് എഴുന്നേക്ക് പോകുമ്പോൾ ചെമ്മൻ രാജഗോപാലിനെ ഒറ്റയടിക്കാൻ താഴത്തേക്ക് ഇട്ടു, മറിഞ്ഞ ആന. എന്നിട്ട് ആന തലക്കൊന്നും തപ്പി ഓടി കണ്ട് എന്നെ കണപ്പാട് പോയി തറച്ചു. എനിക്ക് ആനയുടെ ജീവൻ രക്ഷിക്കണ്ടേ? കിടക്കുന്ന ആനയ്ക്കൊന്നും ചെയ്യാൻ പാടില്ല. കണപ്പാട് ചത്തു. ഒരു 10-25 കൊല്ലം മുമ്പ് ഒരു 1.5 ലക്ഷം രൂപ ബീഹാറിൽ വിലയുള്ള കാലത്ത് 6 ലക്ഷം രൂപ കൊടുത്ത് മോഹിച്ച് ചെമ്മൻ രാജഗോപാലാനെ അതിൻ്റെ ഉടമസ്ഥൻ മേടിച്ചു വന്ന ആനയെ കുത്തിമറിച്ചിട്ട് ഞാൻ കൊണ്ടുവരുന്ന ആന. എൻ്റെ നിമിഷം ഇത്ര നേരത്തെ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, ആന ചത്തു. അതാണ് ഈ ആയുധങ്ങളുടെ ഓർമ്മ ചെയ്യേണ്ട വീര്യത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഞാനപ്പോൾ അതിനെ കൊല്ലാതിരിക്കാണ്ട് കടുത്ത വീര്യം ഇതിന് ഞാൻ ചെയ്തു. പക്ഷേ ഇതിന് കേടും പാടില്ല. അത് പാലിച്ചോ. ഇതിന് കേടും പാടില്ല, അതിനെ കൊല്ലുകയും ചെയ്തതിന് കേടും പാടില്ല. ഇപ്പം പോയിട്ട് മനസ്സിലായോ? അതറിയണമെങ്കിൽ മോനെ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ഒറ്റൻ്റെ കയ്യിലിരിക്കുന്ന വിദ്യ കിട്ടണമെങ്കിൽ അതാണ് ഡോക്ടറെ പണിയേക്കായാൽ കടന്ന പണിയെന്ന് ഞാൻ പറഞ്ഞത്. പണി ഇത് കൊണ്ടുനടക്കാൻ ആർക്കും പറ്റുമെന്നുള്ളതല്ല. ഇപ്പോൾ ഇതിനിവിടെ കാര്യം വെച്ചിട്ട് വലിച്ചം കെട്ടിട്ട് നിങ്ങളങ്ങനെ നല്ല ഇടിയും വെച്ച് കൂത്തുകൂടെ ഇരിക്കുകയും കിടക്കുകയും ചെയ്യുകയോ പറഞ്ഞു കേൾക്കാതെ അതിന് വല്ല മാർഗമുണ്ടോ? ഇതിനെ അഴിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ എന്തൊക്കെയാണ് അതിനൊരു അസുഖമുള്ള കാര്യങ്ങളോ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളോ ഇതുമല്ലോ നിങ്ങൾക്കറിയുമോ? അത് കാലങ്ങൾ നടന്നിട്ട് മറ്റൊരുത്തൻ്റെ കോണാൻ തിരിഞ്ഞാൽ കിട്ടുള്ളൂ ഞാൻ പറഞ്ഞോളൂ. ഞാനൊരു വലിപ്പം വായിത്താളടിച്ചൊന്നുമല്ല. ഈ പറഞ്ഞിട്ടുള്ള കാര്യം മുഴുവൻ എൻ്റെ കാര്യമാണ്, ഞാൻ മറ്റൊരാളെ വെച്ച് പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കണം.